ലൈറ്റ് മനസ്സിൻ താഴ്വരയിൽ ഗുഡ് മോർണിംഗ്. നമ്മൾ കാന്തല്ലൂർ എസ്കേപ്പ് നാച്ചുറലിൻ്റെ റിസോർട്ടിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ബാക്കിൽ കാണുന്ന ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് കണ്ടോ. ആ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് നമ്മൾ രാത്രി ഇന്നലെ താമസിച്ചത്. നല്ല തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു ചൂടൊക്കെ തരുന്ന ഒരു അടിപൊളി ക്ലൈമറ്റാണ് ശരിക്കും ഇവിടെ. നമുക്ക് രാത്രി കുളിക്കാൻ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയ ഫീലുണ്ടല്ലോ, അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അതൊന്നും എങ്ങനെ പറയേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗുഹാൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. പക്ഷെ അത് ഗുഹയാണെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കയറിയ ചെറുതായിട്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ ബാക്കി സൗകര്യങ്ങളൊക്കെ പൊളി സൗകര്യങ്ങളാണ്, പൊളി സെറ്റപ്പാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യണം. നമ്മളുണ്ടല്ലോ ഇവരെ ഗാർഡനിലേക്കാണ് പോകുന്നത്. ഇതൊരു തോട്ടമാണ്, ശരിക്കും ഫാം ഹൗസാണ്. അപ്പോൾ ഫാമിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതും അവിടെ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇങ്ങനത്തെ ഫാമിലേക്ക് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വരുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ കൈ കയറുക. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം റീഫിൽ യൂസ് ചെയ്താൽ നമ്മൾ പ്ലാസ്റ്റിക് വെറുതെ വലിച്ചെറിഞ്ഞ് മലിനാക്കാനും നിൽക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലെ കാഴ്ചകൾ കാണാം. ലെറ്റ്സ് ഗോ. ഇല്ല, പഴുത്താനുണ്ട്. ഒരു മഞ്ഞ ഷെയ്ഡ് വരും, മഞ്ഞ ഷെയ്ഡുള്ള ഷേപ്പും ചെറുതാ. അത് പഴുത്തതാ. ഇതൊന്ന് ഷൂട്ട് കേട്ടോ. ഇത് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമുക്കുണ്ടല്ലോ മെല്ലെ ഇതൊന്ന് കുലുക്കി വെക്കാം. അപ്പോൾ പഴുത്തുണ്ടെങ്കിൽ നല്ലോണം പഴുത്തുണ്ടെങ്കിൽ താഴേക്ക് വീഴുമല്ലോ. ഓക്കെ, നമുക്ക് നല്ലോണം മഞ്ഞ കളറായിട്ടുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. മീൻസ് നമ്മൾ പറിക്കാതെ കുലുക്കി കഴിഞ്ഞാൽ ഏറ്റവും പഴുത്തതാണ് കിട്ടുക, ഏറ്റവും പഴുത്ത. ഓക്കെ, ഇപ്പോൾ ഇത് നല്ലോണം പഴുത്താണ് അല്ലേ. അപ്പം തൊലി നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇടാം, പ്രശ്നമില്ല. ഉണ്ടോ? പൊളി ടേസ്റ്റാണോ ഇത്. ഇപ്പോൾ നമ്മൾ ഇവരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നല്ല പുല്ലൊക്കെ വെച്ച് നല്ലോണം ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പോണ്ട്. ഇത് ആമ്പലല്ലേ? ഇതാ താമരല്ലല്ലോ, ഒരു ആമ്പലൊക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് നല്ല കട്ടൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ ഒരു ഫീലില്ല. വാവച്ചെന്നാണ് ടൊമാറ്റോൻ്റെ ശരിക്കുള്ള മീൻസ് പെറ്റ് നെയിം. അപ്പം നമ്മുടെ ഷാജേട്ടനാണ് നമുക്ക് ഈ ഒരു സ്പേസ് സെറ്റാക്കി തന്നെ. അപ്പോൾ കൊളപ്പുള്ളി അപ്പന് നമ്മൾ ഒരുപാട് താങ്ക്സ് പറയാണ്. ഇത്രയും കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് നമുക്ക് സെറ്റാക്കി തന്നതിന്. പിന്നെ നിതമോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ മാങ്ങ പെറുക്കുന്ന പോലെ ഓറഞ്ചൊക്കെ പെറുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പേരക്കത്തോട്ടത്തിലേക്കാണ്. പേരക്കത്തോട്ടത്തിൽ നല്ല ഒന്നാന്തരം പേരക്ക കണ്ട. സാധാരണ ഞാൻ ഏത് ഫാം ഹൗസ് പോയാലും അവിടെ ഒരിക്കലും ഈ വിളവെടുപ്പ് കാലായിരിക്കില്ല. ഇവിടെ ഞാൻ ഇന്ന് വിളവെടുത്തിട്ടേ പോവും. അല്ല ലോറി വിളിക്കേണ്ടി വരും. അല്ല ഞാൻ ഒരാഴ്ച അവിടെ താമസിച്ചാലോ, ടി വി ഇനി വിളിച്ച് പറയാം. ജോലി പോയാ പോട്ടെ. ഇന്നലെ രാത്രി നമ്മള് കട്ട് പറിച്ചതിന്റെ ബാക്കിയാണത്. അയ്യോ.
ഇവിടെ CCTV ഉള്ള കാര്യം നമുക്ക് അറിയായിരുന്നു. പക്ഷേങ്കിൽ കൂടെ നമ്മളന്ന് രാവിലെ പറഞ്ഞു അവരത്തെ ഞങ്ങൾ പറിച്ചെടുക്കുന്നു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഡോണ്ട് പ്ലക്ക് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും ഫാം ഫ്രഷ് സാധനം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതല്ലേ നമുക്ക് ശരിക്കും കിട്ടേണ്ടത്. ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടോ? ആ കാണുന്നതേ സീതപ്പഴത്തിൻ്റെ മരമാണ്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് നമ്മുടെ വാവച്ചൻ്റെ മോസ്റ്റ് ഫേമസ് ഒരു ഹട്ടാണ്. അവിടുത്തെ ഫർണിച്ചറും നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നു. നമ്മൾ ചുമ്മാ മൂന്നാർ വന്ന് ഏതെങ്കിലും ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ റൂം എടുക്കാതെ, ഇതിപ്പം കാന്തല്ലൂരാണ്. മൂന്നാറിൽ നിന്നൊരു 50 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ മൂന്നാർ ടൗണിലെയും ഇവിടുത്തെയും ക്ലൈമറ്റ് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സീതപ്പഴമാണ്. ഈ സീതപ്പഴം നമുക്ക് കഴിച്ചു നോക്കാം. നോർമൽ സീതപ്പഴം പോലെയാണോ അല്ലേ എന്നുള്ളതൊക്കെ. ഓക്കെ, നമ്മൾ പീസാക്കി വെച്ചതാണ്. മീൻസ് എല്ലാവരും പറയുന്ന പോലെ അടിപൊളിയാണ് അങ്ങനെയൊന്നും പറയല്ല. പക്ഷെ ശരിക്കും നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതിവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ തന്നിട്ടുള്ള പ്രൊമോഷനോ ഒന്നുമല്ല. നമ്മളിവിടെ കണ്ടപ്പം നമ്മൾ ചെയ്തതാണ്. കാരണം നിങ്ങൾക്കറിയാം നമുക്ക് ആകെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, കുറഞ്ഞ വ്യൂവേഴ്സേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരാൾ എന്തായാലും ഫ്രീ ആയിട്ട് തരില്ല, നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ നമ്മളെ വീഡിയോസ് എത്തിക്കുകയും വേണം. ഓക്കെ, അടുത്തുണ്ടല്ലോ ഇപ്പോൾ സീതപ്പഴം കഴിച്ചു. ഇനി നമ്മൾ ഫാമിൽ നിന്ന് തന്നെ പറിച്ച പാഷൻ ഫ്രൂട്ടാണ്. ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഈ തോലിന് വലിയ കട്ടിയൊന്നുമില്ല. ഞാൻ കാണിച്ചാൽ എങ്ങനെ തൊലിക്കാൻ പറ്റുന്നുള്ളത്. നമ്മൾ ജസ്റ്റ് നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരവും ഉണ്ട്. ഇന്നലെ നമ്മൾ രാത്രി ഒരുപാട് കഴിച്ചതാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പകുത്തെടുക്കാൻ പറ്റും. കിട്ടുന്നില്ലല്ലോ. കണ്ടോ, ഇതാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇത് കളറില്ലാത്ത നോക്കേണ്ട, ഉൾഭാഗം ഭയങ്കര മധുരമാണ്. എന്ത് നമുക്കൊരു സ്ക്യൂസ് ചെയ്യുന്നതായോ. ഇത് മുസംബിയാണ് കേട്ടോ. നമ്മളെ ഓറഞ്ചിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ. പക്ഷേ ഇത് മുസംബിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സാധാരണ മുസംബി ചെറിയൊരു പുളിപ്പല്ല ഉണ്ടാവുക. ഇതും മധുരമല്ല, പുളി തന്നെയാണ്. ആണോ? ചേട്ടനോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എത്ര കാലമായി നമ്മൾ ഈ ഒരു ഫാം ഹൗസ് തുടങ്ങിയിട്ട്? ഇത് തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു 2005 കാലഘട്ടത്തിലൂടെ തുടങ്ങിയതാണ്. ഫാദറായിട്ട് തുടങ്ങി വെച്ചൊരു സംരംഭമാണ്. പിന്നെ ഈ അടുത്ത കുറേ കാലമായിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുന്നു. 10 ഏക്കർ ഉള്ളൊരു ഫാമാണ്. അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ കാന്തല്ലൂരത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. 10, 18, 20 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഇതിനകത്ത് തന്നെയുണ്ട്. നമ്മളെ പ്രോപ്പർട്ടിയിൽ തന്നെയുണ്ട്. മുസംബി, ഓറഞ്ച്, പ്ലംസ്. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ നടക്കാം. അപ്പോൾ മുസംബി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പ്ലംസ് ഉണ്ട് അല്ലേ? പിന്നെ ആപ്പിള് ഉണ്ട്, പിന്നെ സീതപ്പഴം, അതുപോലെ തന്നെ മാതളം നാരങ്ങ, അവക്കാഡോ, പിന്നെ
പീച്ച് ഇരിക്കുന്ന പീച്ചാണ്. ഇനിയിപ്പോൾ ഈ പീച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ ഇത് മുഴുവൻ ഇല പൊഴിഞ്ഞിട്ട് ഇതിന് പൂവ് നീങ്ങി വരും. അതെ, പിങ്ക് കളറുള്ള പൂവാണ്. നല്ല അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ പച്ചക്കറികൾ ആണെങ്കിൽ തന്നെയും നമ്മുടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ബീൻസ്. ഇവിടെ സ്പെഷ്യലാലിറ്റി എന്ന് പറഞ്ഞാൽ ബീൻസുകൾ തന്നെ പലതരത്തിലുള്ള ബീൻസുകളുണ്ട്. രാജ്മ എന്ന് പറഞ്ഞൊരു ബീൻസ് ഉണ്ട്. അതിനൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റാണ്. രാജ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പയറായിട്ട്. വലിയ പയർ അത് തന്നെ. നമ്മൾ നോർത്തിൽ ചെന്നാൽ അതാണ് ഈ രാജ്മയാണ് നമുക്ക് അധികം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബട്ടർ ബീൻസ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡിലീഷ്യസ് സാധനമാണ്. നല്ല ഹെൽത്തിയാണ് സാധനം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു ഈ നമ്മുടെ പ്രകൃതിനെ വലിയ ചൂഷണം ചെയ്യാത്തൊരു ഏരിയയാണ് ഇപ്പോൾ കാന്തല്ലൂർ. ഭാവിയിലേക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ വലിയ കീടനാശിനി പ്രയോഗമോ അങ്ങനെയൊന്നുമില്ലാതെ ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ കാന്തല്ലൂരിന്ന് മൊത്തത്തിൽ. നമ്മൾ ഇവിടെ ആയാലും പ്രകൃതിയോടുള്ള നമ്മുടെ ഒരു കോട്ടേജുകളാണെങ്കിലും എല്ലാം പ്രകൃതിയോട് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിൽ പണിതുപ്പിക്കുന്ന കോട്ടേജുകളാണ്. അപ്പൊ നമ്മളുണ്ടല്ലോ വാവച്ചന്റെ ഫാം ഹൗസിൽ നിന്ന് നേരെ ഇനി രാമക്കൽ മേട്ടിലോട്ടാണ് പോകുന്നത്. മൂന്നാറിൽ നമ്മളെ 2ാമത്തെ ദിവസമാണ്. ഇവിടുത്തെ പ്രൈസിങ് ആണ് വെറും 5 പേർക്ക് 3000 രൂപ. ഓക്കെ, 5 പേർക്ക് 3000 രൂപ. നല്ല ഫുഡും നല്ല അറ്റ്മോസ്ഫിയറും നല്ല ആംബിയൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഒരാൾക്ക് 600 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കണം. ഓക്കെ, ലവ് യു ഓൾ, ബൈ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ് ആൻഡ് ഇറ്റ്സ് മീ നിത. ബൈ.